പൊന്നു രാവിലെ എണീച്ചപ്പോ തന്നെ കൊത്തലും കളക്കലും വട്ട. കൊത്തലും കളക്കലും മാത്രമാണെങ്കിൽ പ്രശ്നമില്ല, ഇവരിങ്ങനെ കിടന്ന് പെറുപെറുക്കണും ചെയ്യണ്ട. അതൊക്കെ കേട്ടിട്ട് എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ എണീച്ചു വന്നതാട്ടാ. അപ്പത്തിന് ഇവര് ഇവിടുത്തെ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കൊത്തി കളക്കാം. മഴയല്ല, ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കായപ്പേരി വെക്കാനുള്ള ഒരു പരിപാടിയിലാട്ടാ. അമ്മ ഉണ്ടെങ്കിൽ ലോകം അടിച്ചാണ് ഞാൻ, അമ്മ ഇല്ലെങ്കിൽ എന്തേലൊക്കെ വീട്ടിൽ ചെയ്യൂട്ടാ. അപ്പൊ ഗൈസ്, നിങ്ങൾ വീട്ടില് അമ്മ ഉള്ള സമയത്ത് എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണം. ഇടത്തും വലത്തും നിന്ന് അമ്മേനെ ഞാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാ അറിയാലോ. ഈ കായണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈന്റെ മുകളിൽ നിറച്ച കറുത്ത പാടുണ്ട്. അതെനിക്ക് തീരണ്ട് ഇഷ്ടമല്ലടോ. നിങ്ങൾ നേരത്തെ അച്ഛൻ പറമ്പ് നോക്കിന്ന് കണ്ടില്ല, അപ്പൊ അതുപോലെ ഞാനൊന്ന് നോക്കിക്കോട്ടെ അതേ സ്റ്റൈലില്. ഗൈസ്, നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് അറിയില്ല, എനിക്ക് ഈ വോട്ട് ചെയ്തതിന്റെ സംഭവം ഇല്ലേ, ഇതുവരെ ആയിട്ട് എന്റെ കൈന്റെ മുകളിൽ പാടുപോയില്ല. നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. ഞങ്ങളുടെ വീടിന്റെ അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അച്ഛന്റെ ഹെൽമെറ്റിന്റെ മുകളിൽ ആകെ കിളികളുടെ കഷ്ടായി. പിന്നെ ഞങ്ങൾക്ക് അത് വലിയ പുതുമല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ല കേട്ടോ അവിടെ. അപ്പത്തിന് അമ്മ എന്തോ നല്ല കാര്യം പോലെ ഫോണിലിരുന്ന് നോക്കുന്നുണ്ട്. ഞാനാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യൂട്ടാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളുണ്ട്. ഈ ടെറസിന്റെ മുകളിലൊക്കെ വരുമ്പോൾ നല്ല വഴുക്കലുണ്ടാവും, നല്ല മഴയല്ലേ. ഞാനിപ്പോൾ ടെറസിൽ പോയിക്കിന് പേരൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പേരൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞേ പേരക്കൾ പഴുത്തിട്ട് പോലും. പിന്നെ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ പച്ചപ്പും ഹരിതാപ്പും ഒക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ അവിടെ കുറച്ച് നേരാണ്ടിരിക്കും. എന്തായാലും പേരൊക്കെ തിന്നാൻ പുതിയായിട്ട് പോയപ്പോഴേക്ക് പേരക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും തറവാടിന്റെ ഒരു മുകളിലത്തെ വ്യൂ എടുത്തിട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി. അപ്പോഴല്ലേ ഗൈസ് ഒരു വലിയ സംഭവം ഉണ്ടാണ്. വലിയ സംഭവം എന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സിനാണ് ഇത് തലയുടെ മുകളിൽ ഈ സംഭവം വീണ്. അത്രയും നേരം ഞാൻ അതിന്റെ താഴെ തന്നെ ഇരുന്നു കേട്ടോ. അന്നേരമാണ് ഈ സംഭവം ഒന്നാകെ പൊട്ടിയിട്ട് വീണത്. പെട്ടെന്ന് ഞാൻ അധികം കയറലും ഇതൊക്കെ വീണ് നിലത്ത് മൊത്തമായിണ്ടായിരുന്നു. ഈ മഴയത്താണെങ്കിലോ ഈ അടർന്നിട്ടാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇങ്ങനെ കുതിർന്ന് നിൽക്കണ ഭാഗം കൂടി അതിങ്ങനെ കൈയിട്ട് തട്ടിയിട്ട് വീഴ്ത്തിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരെ തലക്കും കൂടി വീഴും. എൻ്റെ തന്നെ ജസ്റ്റ് മിസ്സിന് മാറിപ്പോയതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ അടർന്ന് നിൽക്കണ ഭാഗം അച്ഛൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി കളയുന്നുണ്ട്. 22 കൊല്ലം അത്രയും പഴക്കമുണ്ട്. അതെടാ, പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴല്ലേ കാണണം അവിടെ മൊത്തം ഉറുമ്പായിരുന്നു. അപ്പൊ ഗൈസ്, ഇന്ന് ഇത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.